മരിച്ച ഓരോ ആളുകളെ പറ്റി അറിയുമ്പോൾ അടുത്ത നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങി കുട്ടിക്ക് അടുത്ത അഡ്മിഷനായി അടുത്ത മാസം എത്താനിരിക്കുന്ന അച്ഛൻ, അല്ലെങ്കിൽ 4 ദിവസം മുൻപ് മാത്രം ജോലിക്ക് വേണ്ടി പോയ ഒരാൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ വിവാഹം നിശ്ചയിച്ച ആൾ മരിച്ചിട്ടുണ്ട്. വിവാഹം കഴിക്കാതെ വീടിൽ മുഴുവൻ തൊഴിലേറ്റ് നടക്കുന്ന ആളുകൾ, യുവാക്കളുണ്ട്. അങ്ങനെ പല തരത്തിൽപ്പെട്ട വീടുകളുടെ അത്താണികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്ത് സഹായമാണ്? ഇപ്പോൾ കേന്ദ്ര സർക്കാർ 2 ലക്ഷം, സംസ്ഥാന സർക്കാർ 5 ലക്ഷം, ഈ പറഞ്ഞ 8 ലക്ഷം. അതെ, അത് അവർ കൊടുക്കേണ്ടതാണ്. കമ്പനി കൊടുക്കുന്ന 8 ലക്ഷം. പക്ഷേ ഇൻഷുറൻസ് ഉണ്ടാവും കേട്ടോ. എന്നാലും ഒരു കുടുംബത്തിന് ഇനി ഭാവിയിലേക്ക് അത് മാത്രമാണോ വേണ്ടത്? ഇപ്പോൾ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത അഷ്റഫ് താമരശ്ശേരി പറയുന്നുണ്ട്, ജോലിയാണ് കൊടുക്കേണ്ടത്, കുടുംബത്തിൽ ഒരാൾക്ക് ജോലി. ഇപ്പോൾ ഈ ദുരന്തത്തിൽ രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ ഈ മരിച്ചവരിൽ നോക്കൂ, 24 പേർ മലയാളികളാണ്. പിന്നെ അതിൽ താഴെയുള്ള തമിഴ്നാട്ടിലാണ് 7 പേർ, UP യിൽ നിന്ന് 4 പേർ, ആന്ധ്രയിൽ നിന്ന് 3 പേർ, ബാക്കി എല്ലായിടത്തുനിന്നും 2ഉം 1ഉമൊക്കെ ആയിട്ടാണ് ആളുകളുള്ളത്. അപ്പോൾ 24 പേർ മരിച്ച ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഇവിടുന്ന് ഒരു പ്രതിനിധി പോകുക എന്നുള്ളത് ഒരു ജസ്റ്ററാണ്. അത് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, വന്നിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് നമ്മുടെ ഒരു പ്രതിനിധി അവിടെ കാണുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ദുരന്ത വാർത്ത പുറത്തു വന്നത് മുതൽ കുവൈറ്റിലെ എല്ലാ പ്രവാസികളും ഈ സംഘടനകൾക്ക് കീഴിൽ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലേക്ക് എത്തുകയും അംബാസഡർ വഴി, എംബസി വഴി ഇത് വളരെ പെട്ടെന്ന് തന്നെ ഏകോപിപ്പിക്കുകയും ചെയ്തു എന്നുള്ള സുദൃഢമായ ഒരു കാര്യമാണ്. പക്ഷേ അവിടെയുള്ള മലയാളികൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു 29% കുവൈറ്റിലെ പോപ്പുലേഷൻ ഇന്ത്യൻസ് ആണ്. 29%. അതിൽ മഹാഭൂരിപക്ഷവും മലയാളികളാണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന ഒരു മലയാളി ഡയസ്പോറയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നോർക്കയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കൂടിയാണ് പോകുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കാതിരുന്നത് ആ അർത്ഥത്തിൽ, വിശാലമായ രാഷ്ട്രീയത്തിന്റെ അർത്ഥത്തിൽ കൊടുക്കാമായിരുന്നു എന്നാണ് ഞാനും കണക്കാക്കുന്നത്.